ഇടയ്ക്ക് പറയാറുണ്ട് 33 ടൈംസ് 35 ടൈംസ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ കിട്ടുന്നതിനെ പറ്റി. ഇപ്പോൾ എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവം ഞാൻ ഓർക്കുമായിരുന്നു. കുറച്ച് വർഷം മുമ്പ് ഞാനൊരു സ്ട്രഗ്ലിങ് ബിക്കോസ് ഓഫ് എ സിൻ ആൻഡ് ഐ വാസ് നോട്ട് ഏബിൾ ടു കം ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഞാനൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അച്ഛൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഒത്തിരി പേര് അച്ഛനെ കാണാൻ നിൽക്കുന്നു. ക്യൂവിൽ ഞാനും പോയി ഒന്നു ഒറ്റ സമയത്തുള്ള കാര്യം പറഞ്ഞു. അച്ഛൻ എന്നോട് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു 33 days 33 ടൈംസ് ക്രീഡ് പറയണം. അപ്പോൾ ഞാൻ കേട്ട് വന്നു ആൻഡ് ഐ ഡിഡ് ദാറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ദാറ്റ്സ് ഗോൺ ഓക്കെ. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഈ സംഭവം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഇങ്ങനെ കേട്ടപ്പോൾ. അപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു, നീ എത്ര ഡേയ്സ് അത് ചൊല്ലി? ആക്ച്വലി ഞാൻ 33 days ചൊല്ലിയില്ലായിരുന്നു. ബിക്കോസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം അതങ്ങ് പോയി. പിന്നെ അതിനെപ്പറ്റി ചൊല്ലുന്ന കാര്യം പിന്നെ ഓർക്കുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് 33 days ആണ് പറഞ്ഞത്. അതിന് മുമ്പ് ഈശോ ചെയ്ത് തന്നെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈശോ എനിക്കിപ്പോൾ തന്നൊരു ഇതിനു വേണ്ടി ആൻസറായിട്ട് തന്ന കാര്യം ഇതാണ്, ഞാൻ 33 days പറഞ്ഞത് കൊണ്ടല്ല അത് മാറിയത്. അങ്ങനെ ഒരു ചിന്ത പോലും ഈശോ എനിക്ക് തന്നില്ല, അല്ലെങ്കിൽ അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടല്ല ആ സംഭവം മാറിയത്. ഐ വാസ് ഈ ക്രീഡ് ചൊല്ലുന്ന സമയത്തൊക്കെ എനിക്ക് ആ കൃപ റിസീവ് ചെയ്യാനുള്ള ഗ്രേസിൽ ഞാൻ വളർന്നുകൊണ്ടിരുന്നു ആൻഡ് ഇറ്റ് വാസ് ഗോൺ. അപ്പം പ്രോബബ്ലി നമ്മൾ ഈ പ്രയർഫുൾ സർക്കിളിലൊക്കെ എല്ലാവരും പറയും പ്രാർത്ഥിച്ചു ഈശോ തന്നു, പ്രാർത്ഥിച്ചു നേടിയെടുത്തു. അപ്പോൾ അവിടെയുള്ള റോങ് കൺസെപ്റ്റിനുള്ളൊരു ആൻസറായിട്ട് എനിക്കത് ഫീൽ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങുന്നു കൃപകൾ റിസീവ് ചെയ്യാനായിട്ട്, തരുന്നതൊക്കെ എപ്പോഴും ഫ്രീ ആയിട്ട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്.